ഹായ് ഗൈസ്, പെട്ടുപോയി ഗൈസ്, പെട്ടുപോയി. ഈ ചോട്ടകൾ ഇറക്കുമ്പോൾ ചെയ്യുന്ന പരിപാടിയാട്ടോ. ഇവർ പുറത്തോട്ട് ഇറക്കാറില്ല കേട്ടോ. ഇറക്കി അപ്പം കാക്കയൊക്കെ വന്ന് തട്ടിക്കൊണ്ട് പോവേ. അപ്പം ഇതിങ്ങൾക്ക് തീറ്റ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. തുറക്കണ വഴി ഒക്കെ താഴോട്ട് ചാടും. ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. അതിൽ ഒരെണ്ണം ഉണ്ട്, തുറക്കാൻ നോക്കിയിരിക്കുക, പിന്നെ അതിനെ കിട്ടത്തുമില്ല. വെയിറ്റ് ആൻഡ് സിയേ. കണ്ടോ, നോക്കിയിരിക്കുക. ഇനി എങ്ങനെ ആ പാത്രം എടുത്തിട്ട് വേണം നമുക്ക് അതിൽ തീറ്റ വെച്ച് കൊടുക്കാനേ. ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ് ആ പാത്രം എടുക്കുക എന്നുള്ളത്. ഈ കണ്ടോ, അതൊക്കെ നോക്കിയിരിക്കുകയാണ്. അത് തുറക്കുന്നതിന് നോക്കിക്കൊണ്ട് കൈകൊട്ടി നോക്കണ മുഷിക്ക് കണ്ടില്ലേ. അതൊക്കെ മാർക്ക് അടി അടി അടി. കണ്ടോ ഓരോ ചാട് നോക്കിയിരിക്കുന്നുണ്ടോ. സക്സസ്. ഇത്തവണ ചാടിയില്ല കേട്ടോ. ഇനി തീറ്റയും കൊണ്ട് വരുമ്പോഴാണ് പെട്ടുപോണേ. ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് കൊടുക്കുന്ന ഷാർട്ടർ എന്ന് ഇതിന് പറയുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ. അപ്പം നമുക്കങ്ങ് വെച്ചെടുക്കാൻ പോവാണ്. ഇതും കുറച്ച് ടാസ്ക്കാണ്. ഇതുണ്ടോ, കോഴിക്കോടിൻ്റെ അടി കണ്ടോ, വളരെ പൊക്കം കുറവാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ കമന്ന് നടന്നിട്ട് വേണം കുഞ്ഞുങ്ങളെ പറക്കിയെടുക്കാനായിട്ട്. പിന്നെ അവരെന്ത് ചെയ്താൽ കിട്ടത്തുമില്ല. കുറച്ച് പണിയാണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ കാക്ക കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, തുറക്കാൻ പോവാണ്. കണ്ടോ, തുറക്കണ വഴി അവരവിടെ നോക്കി നിൽക്കുമായിരിക്കേ പുറത്തോട്ട് ചാടാൻ വേണ്ടിയിട്ട്. ചേട്ടട്ടോ, ഇത്തവണ മര്യാദയായി തോന്നുന്നു. ഒരെണ്ണം ഉണ്ട് ചാടാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കും. അവനിങ്ങനെ ചിക്കി നടക്കണം അതിൻ്റെ അടിയിൽ കൂടെ. കഴുകം കണ്ടോ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ കഴുകം. ഇതേ ഞങ്ങളുടെ വീരയെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീര. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീര. ഹായ് വീര. ആണ് എൻ്റെ റോക്കി മുത്ത്. ആകെ ക്ഷീണിച്ച് ഉപ്പാടായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പോകുമ്പോൾ ഇവനെ കൊണ്ടുപോകും. ഇവൻ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല സുന്ദര കുട്ടനായിരുന്നേ. ഇപ്പോൾ ക്ഷീണിച്ച് തവിടോടിയായിട്ടുണ്ട്, പൊടിയിലൊക്കെ ആയി. ഇവന് ഞങ്ങളുടെ വീട്ടിലായിരുന്നപ്പം ചേട്ടൻ സ്വന്തമായിട്ട് ചീപ്പ്, സ്വന്തമായിട്ട് സോപ്പ്, സ്വന്തമായിട്ട് ഷാമ്പു, അവനെല്ലാം ഉണ്ടായിരുന്നു. കളിക്കാൻ ബോളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കെട്ടാനൊന്നും സൗകര്യമില്ലാത്ത കാരണം എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. ഇവനെ ഇവിടെ പൊടിയിൽ കൊണ്ടുപോയിട്ട് ഊറാടിച്ചാകെ നാശാക്കി കളഞ്ഞു. നല്ല സുന്ദര കുട്ടനായിരുന്നു കേട്ടോ നേരത്തെ. നല്ല രസമാണ്. അവൻ്റെ രോമത്തിനൊക്കെ നല്ല നീളമുണ്ട്. എനിക്ക് പൊടി അലർജി ആയാലും ഭയങ്കര പ്രശ്നം കൂടി ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇവൻ്റെ ഈ കിടപ്പൊക്കെ കണ്ടപ്പോൾ കൊണ്ടുപോകാൻ തോന്നി. വീട്ടിൽ കൊണ്ടുപോകണം. അവനെ ഒന്ന് മരുന്നൊക്കെ കൊടുത്ത് ഉഷാറാക്കി എടുക്കണം. ബോളൊക്കെ മേടിച്ചിട്ട് പഴയ പോലെ മുറ്റത്ത് ഓടി കളിപ്പിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.